വാർത്തകൾ വിശദമായി. വടകരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. വിലപിടിപ്പുള്ള നിരവധി വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടു. വീരഞ്ചേരി പഴയ ദേശീയപാതയോട് ചേർന്ന വീട്ടിലാണ് കളവ് നടന്നത്. വീരഞ്ചേരിയിൽ പുത്തൻപുരയിൽ വത്സലയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീട്ടുപകരണങ്ങളും പഴയ സാധനങ്ങളും മോഷണം പോയതായി വീട്ടുടമസ്ഥ മിഥുന പറഞ്ഞു. പഴയ സാധനങ്ങളാണ് കുറെ പോയത്. കുറച്ച് വിലപിടിപ്പുള്ളതാണ്. പണ്ടത്തെ കഞ്ഞിക്കലം, അങ്ങനെ ചെമ്പുകള്, മിക്സി, പിന്നെ എന്താ കച്ചട്ടി, അങ്ങനത്തെ കുറെ എന്റെ അറിവില് അതൊക്കെയാണ് എന്റെ ഓർമ്മയില്. ഞാൻ അങ്ങനെ ഗ്യാസിന്റെ ബർണർ, പിച്ചലാന്റെ വാതിലിന്റെ മുകളിലുള്ള എല്ലാം പൊട്ടും പൊളിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല. കാരണം പണ്ടത്തെ സാധനം അതിനെ കൊണ്ടും പിന്നെ അമ്മന്റെ എല്ലാനെ കൊണ്ട് ഞാൻ അധികം വീട്ടിലങ്ങനെ ഈ പാത്രങ്ങളായിട്ട് അത്ര പരിചയമില്ല. അതുകൊണ്ട് അത് ബാക്കിലെ കിണറിന്റെ അവിടെ ഞങ്ങക്ക് വെള്ളം കോരുന്ന ഇതുണ്ട്. ആ ഒരു ഡോറ് പൊളിച്ചിട്ട് ഉള്ളിൽ കയറിയതാണ്. ഞാൻ ഇടക്കിടക്ക് വരും, ക്ലീൻ ചെയ്യാൻ വരലുണ്ട് ഇവിടെ. അങ്ങനെ വന്നാണ് മെഞ്ഞാന് നമ്മളെ മുമ്പിലെ ഷോപ്പിലുള്ള ഏട്ടൻ വന്ന് വിളിച്ച് പറഞ്ഞത് അങ്ങനെ മേലത്തെ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഡോറ് തുറന്ന് എന്താന്നുള്ളത് നോക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ വാതിൽ തുറന്നു വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിലപ്പോ ഞാൻ മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ കാറ്റത്ത് തുറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അതുകൊണ്ട് വന്നതാണ്. ബാക്കിലത്തെ ഡോറിന്റെ പട്ട വളച്ചു വെച്ചിന്, പക്ഷെ അത് തുറക്കാൻ പറ്റില്ല. പട്ടുള്ളതിനെ കൊണ്ട് അമർത്തി കുറെ ശ്രമിച്ചു നോക്കിന്. അത് പരാജയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു കിണറിന്റെ അയിലെ അവർ കയറിയിട്ടുണ്ടാവാ. അവിടെ ഉള്ള ഒരു ഇരുമ്പിന്റെ ഒരു സാധനം ഇങ്ങനെ കഷ്ണമുണ്ട്. കൊടുവാൾ, അത് കൊടുവാളിന്റെ തന്നെയാണ്. മറ്റൊരു സാധനം ഉണ്ട്, അതൊരു പൊട്ടിച്ചതാന്ന് തോന്നുന്നു. വീടിന്റെ പിൻവശത്തെ കുളിമുറി വഴിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ഇന്നലെ രാത്രിയാണ് കളവ് നടന്നതെന്നാണ് നിഗമനം. വടകര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.